നിച്ചൂസാണെങ്കിൽ ആദ്യമായിട്ട് അംഗൻവാടി പോകുമ്പോൾ ഭയങ്കര കരച്ചിലും ബഹളവും പിന്നെ അത് കാണുമ്പോൾ എനിക്കുള്ള സങ്കടം ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള നിച്ചൂസിനെ അംഗൻവാടി വിടൽ. പക്ഷെ അവിടെ നിച്ചൂസിനെ ഭയങ്കര ഇഷ്ടമാണ്, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ വേറെ 2 കുട്ടീസും കൂടി അണ്ടേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒപ്പം കളിക്കാനും കൂട്ടിടാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യൂട്ട് ചെരുപ്പ് ഞാൻ ഇന്നലെ അവൾക്ക് അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ നടന്ന് പോകണയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾ 2 കുട്ടീസ് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ വന്നവരെ ഞാൻ അവിടെ ഇരിക്കും, കാരണം അവർ വരാണ്ട് അവൾ എന്നെ വിടത്തില്ല. അവർ വന്നാലാണ് അവൾ അവിടെ ഇരിക്കത്തുള്ളൂ. 1 മണിയാകുമ്പോൾ നമ്മൾ നിച്ചൂസിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുവേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് വിട്ടടിച്ചു കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തി നിച്ചൂസും കൂടെ കൂടിയിട്ടാണ് പോയത്. നിച്ചൂസിന് ബസ്സിന് പോകണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബസ്സിന് കൊണ്ടുപോകാമെന്നൊക്കെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ താണ്ടത് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അവിടെ നിന്ന് നിച്ചൂസിനാണെങ്കിൽ ഒരു ബഡ്സ് കിട്ടിയിട്ട് അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുവായിരുന്നു. ലാസ്റ്റ് ബില്ലടിക്കാൻ നേരത്തെ എന്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ താണ്ട് ഈ ഒരു കട കയറിയപ്പോൾ നിച്ചൂസ് ആണെങ്കിൽ ഓട്ടമായിരുന്നു. ഒന്നോടും വീഴും, പിന്നെ എഴുന്നേക്കും, പിന്നെ ഓടും വീഴും. ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ പരിപാടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച്. അപ്പോൾ അത് നിച്ചൂസ് ഒരു പാവയാണെങ്കിൽ അവിടെ നിന്ന് അവർ നിർബന്ധിച്ച് മേടിപ്പിച്ച് വിട്ടതാണ്. അപ്പോൾ അത് അനിയത്തിയാണെങ്കിൽ ഞങ്ങൾക്ക് ജ്യൂസ് മേടിച്ച് കൊടുക്കുന്നതാണ് കാണുന്നത്. കയ്യിലുള്ള ലേസ് ആണെങ്കിൽ ഇതുവരെ ഞങ്ങൾ മേടിച്ച് കൊടുക്കാത്തതാണ്. പക്ഷേ എൻ്റെ അനിയത്തി അവൾ എന്ത് പറഞ്ഞാലും അവൾക്ക് മേടിച്ച് കൊടുക്കും. അങ്ങനെ താണ്ട് വണ്ടിയിലിരുന്ന് ലേസും ജ്യൂസും എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.